അങ്ങനെ 2025 അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. പുതിയ വർഷമായിട്ടുള്ള 2026 ഇനി വരാൻ പോകുന്നത്. പക്ഷേ പുതിയ വർഷം വന്നാലും നിങ്ങളുടെ മനസ്സിൽ ചില ഭാരമുള്ളതുപോലെയൊക്കെ തോന്നുന്നുണ്ടോ? അതായത് കഴിഞ്ഞ വർഷത്തിലെ വേദനകളും നിരാശകളും ഇനിയും നിങ്ങളുടെ മനസ്സിൽ കുടുങ്ങിയിരിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ളവർക്കാണ് ഈ വീഡിയോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പഴയ വർഷത്തിന്റെ നെഗറ്റീവ് ഊർജം സ്നേഹത്തോടെ നമ്മളിൽ നിന്ന് എങ്ങനെ വിട്ടൊഴിക്കാം എന്നതാണ്. ഇതിനെ പുതുവത്സര റിച്വൽസ് എന്നാണ് പറയുന്നത്. പുതിയ വർഷം തുടങ്ങുന്നതിന് മുൻപ് പഴയ ഊർജത്തെ വിട്ടൊഴിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന വേദനയും പേടിയും കുറ്റബോധവും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഈ റിച്വൽസ് ഒരു മാജിക്കല്ല, ഇത് നിങ്ങളുടെ ക്ലെൻസിങ് പ്രാക്ടീസ് ആണ്. ഈ റിച്വൽസിന് നിങ്ങൾക്ക് ആവശ്യമായ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഒരു വെളുത്ത മെഴുകുതിരി. ഒരു പേപ്പറും പേനയും വേണം. ഒരു ഗ്ലാസ് വെള്ളമാവാം. ശാന്തമായ ഒരു സ്ഥലം നിങ്ങൾക്ക് കണ്ടെത്തണം. ഇപ്പോഴും നിങ്ങൾക്ക് വീട്ടിൽ ഉള്ള ഒരു സ്ഥലം എടുക്കുന്നതാണ് നല്ലത്. ഇനിയും നമുക്ക് റിച്വൽസ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതിനായി ഒരു 5 മിനിറ്റ് നിങ്ങൾ ശാന്തമായ ഒരു സ്ഥലത്തിരിക്കുക. ആരും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ഫോൺ സൈലന്റ് ആയിരിക്കണം. 3 തവണ ആഴത്തിലുള്ള ശ്വാസം എടുക്കണം. ശ്വാസം പുറത്തു വിടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ടെൻഷൻ ഇറങ്ങിപ്പോകുന്നത് പോലെ ചിന്തിക്കണം. മെഴുകുതിരി തെളിയിക്കാം. ഇപ്പോൾ മെഴുകുതിരി തെളിയിക്കുന്ന സമയമാണ്. അത് തെളിഞ്ഞിരിക്കുമ്പോൾ മനസ്സിൽ അല്ലെങ്കിൽ നമുക്ക് നിശബ്ദമായി തന്നെ പറയാം, എനിക്ക് ഇനി സേവിക്കാത്ത എല്ലാ ഊർജങ്ങളോടും ഞാൻ സ്നേഹത്തോടെ വിട്ടൊഴിയുകയാണ്. ഈ സമയം നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കണം. ശാന്തമായ മനസ്സോടു കൂടി വേണം ഇത് പറയാൻ. അതിനുശേഷം നിങ്ങൾക്ക് പേപ്പർ എടുക്കാം. കഴിഞ്ഞ വർഷം, അതായത് 2025 നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങൾ എല്ലാം എഴുതാം. എഴുതുമ്പോൾ ആരെയും നിങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടേണ്ട. ആരെയും കുറ്റപ്പെടുത്തി ഒരു വാക്കുപോലും എഴുതേണ്ട. സ്വയം സെൻസറും ചെയ്യേണ്ട. വേദന, പേടി, നിരാശ, വിഷമം എല്ലാം തുറന്നെഴുതാം. ഇതാരും കാണാൻ പോകുന്നില്ല. ഇത് നിങ്ങളുടെ റിലീസിങ് പ്രോസസ്സാണ്. അങ്ങനെ നിങ്ങൾ ഇത് എഴുതിയ ശേഷം പേപ്പർ മടക്കി കയ്യിൽ പിടിക്കുക. അതിനുശേഷം ഒരു നിമിഷം കണ്ണടച്ചുകൊണ്ട് നിങ്ങൾക്കിത് പറയാം, ഇത് ഇനി എൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ല. ഇങ്ങനെ പറഞ്ഞ ശേഷം നിങ്ങൾക്ക് പേപ്പർ കീറി കളയാം. കത്തിക്കേണ്ടതില്ല. പുതിയ ഊർജം സ്വീകരിക്കുകയാണ് ഇനി നിങ്ങൾ. അതിനുവേണ്ടി ആ ഗ്ലാസ്സിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളം കയ്യിലെടുക്കുക. വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വേണം ചിന്തിക്കാൻ, പുതിയ ശുദ്ധമായ ഊർജം എൻ്റെ ഉള്ളിലേക്ക് ഒഴുകിയെത്തുന്നു. അതുകൊണ്ട് ഈ സമയം എനിക്ക് നന്ദി തോന്നുന്നത് അത്യാവശ്യമാണ്. അങ്ങനെ ഈ റിച്വൽ കഴിഞ്ഞ് ഈ അഫർമേഷൻ കൂടി നിങ്ങൾ പറയണം. പഴയതെല്ലാം ഞാൻ വിട്ടു, പുതിയത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പുതുവത്സരം ശരിക്കും പറഞ്ഞാൽ പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് തുടങ്ങേണ്ടത്.